അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പള്ളിയാളി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം പ്രബുദ്ധ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലേക്കാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ സ്വാഭാവികമായും പോവുക. എന്തുകൊണ്ടെന്നാൽ എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി, എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ ഒരു പുതുതായി നമ്മൾ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ, ഗ്രഹിക്കാനൊക്കെ ശ്രമിക്കും. സമാധി എന്ന വിഷയമാണ്. ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഒന്നാമത് ജാമ്യം എടുക്കുകയാണ്. കാരണം ഇത് വളരെ സെൻസിറ്റീവായൊരു വിഷയമാണ് എന്ന് നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരെയും അവരുടെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ കളിയാക്കാനോ ട്രോളാനോ അതിലൊന്നും കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളേ അല്ല. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട്, അവരുടെ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിമർശിക്കാനോ മറ്റോ ഒന്നും ഞാൻ മുതിരുന്നില്ല. അതല്ലല്ലോ ഒരു മുസ്ലിമിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. എൻ്റെ സാധാരണക്കാരായ പ്രേക്ഷകർ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് സമാധി? എൻ്റെ പ്രേക്ഷകരെന്ന് പറയുന്നത് വളരെ സാധാരണക്കാരാണ്. പല വീട്ടമ്മമാരും ചില ഉപ്പമാരും ഇക്കമാരും അതേപോലെ എന്നെ സ്നേഹിക്കുന്ന മറ്റു സഹോദര മതങ്ങളിൽപ്പെട്ട ആളുകളുമൊക്കെ സമകാലീന വിഷയങ്ങൾ തിരഞ്ഞു വരാറുണ്ട്. അവർക്ക് വേണ്ടിയാണ് വളരെ ലളിതമായി എന്താണ് സമാധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം ചർച്ച ചെയ്യുക എന്നതാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമാധി എന്ന വാക്ക് ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മീയമായ, ഏറ്റവും ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരാൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന, അവർ കാണുന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു പേരാണ് സമാധി. സമാധി എന്ന വാക്കിനെ രണ്ടായി വേർതിരിക്കാം. സ എന്ന് പറഞ്ഞാൽ സമചിത്തത എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോമായിട്ട് പറയുന്നത്. ധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബുദ്ധി എന്നാണ്. അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ സമചിത്തതയിൽ എത്തിക്കുന്ന അവസ്ഥ എന്നാണ്, അല്ലെങ്കിൽ സമചിത്തതയിലാകുന്ന ബുദ്ധിവികാസം എന്ന് പറയാം. അപ്പോൾ ആ അർത്ഥത്തിൽ തികച്ചും ആത്മീയമായ ഒരു പദമാണ് സമാധി. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ, ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ സൂഫിസം എന്ന് പറയുന്ന ഒരു ചിന്താധാരയുണ്ട്. വളരെ ആത്മീയമായ ഒരു ചിന്താധാരയാണത്. ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ വലിയ പ്രയാസമാണ്. അതിൻ്റെ വിവിധ അവസ്ഥകൾ, അവർ ഇലാഹിൽ അലിയുന്ന ഘട്ടങ്ങൾ, അള്ളാഹു എന്ന ഒരൊറ്റ ആശയത്തിലേക്ക് അവരുടെ മനസ്സും ചിന്താഗതിയും കൊണ്ടുവന്ന് മറ്റൊന്നും, ഭൂമിയിലുള്ള ഒന്നും അവർക്ക് പ്രശ്നമല്ലാതായിത്തീരുന്ന ഭൂമിയിലെ കെട്ടുപാടുകൾ, കുടുംബ ബന്ധങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ജീവിത പ്രയാസങ്ങളാണെങ്കിലോ അതല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൻ്റെ ജോലി പ്രാരാബ്ധങ്ങളാണെങ്കിലോ ഒന്നും അവർക്ക് ഒരു വിഷയമേ അല്ല. അവരുടെ വിഷയം, അവരുടെ സ്നേഹം, അവരുടെ ചിന്ത, അവരുടെ ബുദ്ധി, അവരുടെ ആലോചന, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഏക ദൈവമായി അല്ലെങ്കിൽ ഏക ഇലാഹായി അവർ വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന ഒറ്റ ചിന്താധാരയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്ന സൂഫിസം എന്ന് പറയുന്ന ചിന്താധാര. അതിൻ്റെ ലളിതമായ വേർഷനുകളുണ്ട്, അതിൻ്റെ ഏറ്റവും ആത്യന്തികമായ പരമമായ വേർഷനുണ്ട്. അപ്പോൾ ഏത് വേർഷൻ സ്വീകരിക്കണം എന്നതൊക്കെ നമ്മുടെയൊക്കെ ഇഷ്ടമാണ്. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂഫി മാർഗത്തിലൂടെ നമ്മൾ പോവുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ അനുസരിച്ച്, അവിടുത്തെ മാതൃകയനുസരിച്ച്, അവിടുത്തെ ജീവിത ശൈലി അനുസരിച്ച്, അത് കാണിച്ചു തന്ന പ്രപിതാക്കളായ ആളുകളുടെ ശൈലി അനുസരിച്ച്, അവർ നമുക്ക് നൽകിയ ധാരയനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഇന്ന് സാധാരണക്കാരായ എന്നെപ്പോലെയുള്ള എൻ്റെ ഈ വീഡിയോ കാണുന്ന വളരെയധികം കൂടുതലുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരണീയമായിട്ടുള്ളത്, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ലളിതമായ കാര്യം എന്ന് പറയുന്നത്. നമുക്കതേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ വലിയ സൂഫിസത്തിൻ്റെ അങ്ങേയറ്റം കണ്ട ആളുകളുടെ അടുക്കലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ പോലും ഒരുപക്ഷെ അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ ഹാൽ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാവില്ല എന്നർത്ഥം. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, എന്താണ് സമാധി ഞാൻ കുറച്ചൊക്കെ റെഫർ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. സമാധി എന്ന പറയുന്ന പദത്തിന് ബുദ്ധമതത്തിൽ പ്രാധാന്യമുണ്ട്, ഹിന്ദു മതത്തിൽ പ്രാധാന്യമുണ്ട്, ജൈന മതത്തിൽ പ്രാധാന്യമുണ്ട്. ബുദ്ധ വിശ്വാസമനുസരിച്ചുകൊണ്ട് സമാധി എന്ന് പറഞ്ഞാൽ അഷ്ടവഴിയുടെ അവസാന ഘട്ടമായ ധ്യാന ഏകാഗ്രത എന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും.
ജൈനമതം അനുസരിച്ചുകൊണ്ടാണെങ്കിൽ അത് പിന്നെ ആത്മീയമായ ആത്മനിർവൃതിക്ക് പറയുന്ന പേരാണ് സമാധി. ഹിന്ദുമത വിശ്വാസ പ്രകാരമാണെങ്കിലോ ആത്യന്തിക യാഥാർത്ഥ്യവുമായി ഐക്യപ്പെടുകയോ ആഗിരണം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ആഴത്തിലുള്ള ഏകാഗ്രതയുടെ അവസ്ഥ. അതായത് യോഗ ഉണ്ടല്ലോ, യോഗ, ആ യോഗയുടെ വിവിധ ഘട്ടങ്ങളിലെ ഏറ്റവും പരമമായ ഘട്ടം. ഒരു മനുഷ്യൻ അവൻ്റെ ചിന്ത, അവൻ്റെ ഏകാഗ്രത, ഒറ്റക്കുള്ള അവസ്ഥ, ആ ഒറ്റക്കുള്ള അവസ്ഥയിൽ അവൻ്റെ ചിന്തയെ ഏകീകരിക്കുന്നു, ദൈവത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അവൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഒരു ആഴത്തിലുള്ള ഒരു ഏകാഗ്രത നേടിക്കൊണ്ട് വിവിധ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരാൻ കഴിയുക. സമാധാനവും സമാധിയും രണ്ടും തമ്മിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ ഈ സമാധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ സമാധിയെ ഒരുപാട് ആളുകൾ പരിഹസിക്കുകയും അപഹസിക്കുകയും ട്രോളുകൾ ഇറക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആത്മീയ നായകന്മാർ, ഹിന്ദു ആത്മീയ നായകന്മാർ വന്നുകൊണ്ട് എന്താണ് അവരുദ്ദേശിക്കുന്ന യഥാർത്ഥ സമാധി എന്ന് ബോധ്യപ്പെടുത്തുകയുണ്ടായി. അവർ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത്, ജീവൽ സമാധിയുണ്ട്, ഒരാൾ മരണപ്പെട്ടതിന് ശേഷം കൊണ്ടുപോയി ഇരുത്തി സമാധിയാക്കുന്ന ഒരു രീതിയുണ്ട്, രണ്ട് രീതിയുണ്ട്. ഒരാൾ ബോധപൂർവം അവൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പറഞ്ഞയക്കുകയാണ് ജീവൽ സമാധിയിലൂടെ ചെയ്യുന്നത്. യോഗയിലിരിക്കുന്നത് പോലെ ഇരുന്ന് വിവിധ ഘട്ടങ്ങളിലൂടെ അവൻ്റെ യോഗ പ്രക്രിയകൾ നടന്ന് അവസാനം അവൻ ബോധപൂർവമായി അവൻ്റെ ജീവനെ അവൻ ഒഴിവാക്കുകയാണ്, അവൻ സ്വയം സമാധിയിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊരു സമാധിയാണ് ഗോപൻ സ്വാമി ചെയ്തത് എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ മക്കൾ പറഞ്ഞത്. പിന്നീട് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കേസും പിന്നെ സമാധിയിരുന്ന സ്ഥലം പൊളിക്കലും അത് പോസ്റ്റ്മോർട്ടവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മഹാസമാധിയിലൂടെ രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ അവിടെ മഹാസമാധിയിലൂടെ അവർ വീണ്ടും സമാധിയാക്കുകയുണ്ടായി. അപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് പരിമിതമായിട്ടുള്ള പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവൻ പരമ്പൊരുളിലേക്ക് പറഞ്ഞയക്കുക എന്നാണ് അവർ പറയുക. പരമ്പൊരുളിൽ ലയിപ്പിക്കുക എന്നാണ് അവർ പറയുക. അഥവാ അത് ചെയ്യാൻ കഴിയുന്നത് യോഗിയായ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഋഷിവര്യനായ ഒരു മനുഷ്യനാണ്. അഥവാ ആത്മീയമായി വളരെയധികം പുരോഗതി പ്രാപിച്ച ജ്ഞാനവലയത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ കൃത്യമായി തൻ്റെ ശരീരത്തെ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. സ്വന്തം ജീവനെ പരമ്പൊരുളിൽ ലയിപ്പിക്കുന്ന ഒരു രീതി. യോഗാ സിദ്ധാന്തമനുസരിച്ച് അല്ലെങ്കിൽ യോഗാ ദർശനമനുസരിച്ച് സമാധി എന്ന് പറയുന്നത് ഏറ്റവും അവസാന ഘട്ടമാണ്. അതോടുകൂടി അവൻ്റെ ജീവൻ പരമ്പൊരുളിൽ ലയിക്കുകയാണ്, അല്ലെങ്കിൽ പരമാനന്ദത്തിൽ ലയിക്കുകയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. മോക്ഷം ലഭിക്കുന്നു, ബ്രഹ്മാനന്ദത്തിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ പരമമായ ആനന്ദം പ്രാപിക്കുന്നു എന്നൊക്കെയുള്ള സാങ്കേതികമായ പദങ്ങൾ കൊണ്ടാണ് അവരതിനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അത് തികച്ചും മതപരമായ ഒരു കാര്യമാണ്. അതിനെ വിമർശിക്കാൻ നമ്മൾ പോകേണ്ടതില്ല, അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ എല്ലായിടത്തും ആത്മീയ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൂടി നമ്മളൊക്കെ വിശ്വാസികളായ നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതിയാണ്. ഇതൊരു ഇസ്ലാം മതവിശ്വാസിയായ എനിക്ക് കൃത്യമായി പറയാൻ കഴിയും, എന്തിൻ്റെ പേരിലായാലും ആത്മീയ ചൂഷണങ്ങൾ എന്ന് പറയുന്നത് എന്നും എതിർക്കപ്പെടേണ്ട സംഗതിയാണ്. ആത്മീയത തികച്ചും മനുഷ്യൻ്റെ ശാരീരിക മാനസിക വികാസത്തിന് വേണ്ടിയുള്ളതാണ്. അള്ളാഹു എന്ന് പറയുന്ന ചിന്തയിലേക്ക് ലയിക്കുമ്പോഴാണ് മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ ഒരു മനുഷ്യനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ എല്ലാ മതങ്ങളിലും അവരുടെ ദൈവത്തിൽ അലിഞ്ഞു ചേരാനുള്ള ഒരു മാർഗമാണ് എല്ലാ മതധാരയും കാണിച്ചു തരുന്നത്. അതിലേക്ക് എത്തിപ്പെടുക എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണനായ മനുഷ്യനായിത്തീരും, ഒരു നല്ല മനുഷ്യനായിത്തീരും. അവിടെ ചതി ഉണ്ടാവുകയില്ല, ഒരാളെയും പറ്റിക്കുകയില്ല. ആ ആത്മീയതയെ ഒരു വിൽപ്പന ചരക്കാക്കി ആരും വെക്കുകയില്ല. അങ്ങനെയുള്ള മഹാന്മാരൊക്കെ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നാലും ഏത് തരത്തിലായിരുന്നാലും ഇത്തരത്തിലുള്ള ആത്മീയ
പ്രശ്നങ്ങളിൽ നിന്ന് വീണ്ടും ഒരു ആത്മീയ ചൂഷണത്തിലേക്ക് വഴിമാറുന്ന ഘട്ടം ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം, അതിനെതിരെയൊക്കെ നമ്മൾ ജാഗരൂകരായി ഇരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊരു പറയേണ്ടിയിരുന്ന ഒരു വിഷയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും ഉടനെ തന്നെ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.